ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രഹസ്യ ലോക്കർ ധാക്കയിൽ നിന്ന് കണ്ടെത്തി. അതിനുള്ളിൽ എന്താണുള്ളത്? ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ ലോക്കർ ധാക്കയിലെ ഒരു ബാങ്കിൽ നിന്ന് കണ്ടെത്തി. അത് റവന്യൂ അധികൃതർ പിടിച്ചെടുത്തു. അതിൽ പണമോ സ്വർണ്ണാഭരണങ്ങളോ സെൻസിറ്റീവായ രേഖകളോ ഉണ്ടോ എന്ന ചോദ്യവുമായി സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നു. അതെ, അവരുടെ ബാങ്കിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് എന്ത് എന്ന് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ബന്ധമുള്ളതായി ഏറെക്കാലമായി കരുതപ്പെടുന്ന ഒരു രഹസ്യ ലോക്കർ രാജ്യത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ കണ്ടെത്തി പിടിച്ചെടുത്തു. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നാഷണൽ ബോർഡ് ഓഫ് റവന്യൂ സെൻട്രൽ ഇന്റലിജൻസ് യൂണിറ്റ് ബുധനാഴ്ച രാവിലെ ധാക്കയിലെ പുബാലി ബാങ്കിന്റെ മോട്ടിജീൽ ശാഖയിലെ ആർമി കല്യാൺ ഭവനിനുള്ളിലെ 128 നമ്പർ ലോക്കർ സീൽ ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം ഷെയ്ഖ് ഹസീനയുടെ പേരിലാണ് ലോക്കർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ലോക്കറിനുള്ളിൽ പണമോ സ്വർണ്ണാഭരണങ്ങളോ നിർണായക രേഖകളോ ഉണ്ടോ എന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോക്കറിനുള്ളിൽ കൃത്യമായി എന്താണുള്ളത്? 128 നമ്പർ ലോക്കർ തുറക്കാതെ കിടന്നു. അതിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ 2 താക്കോലുകളിൽ ഇപ്പോഴും ഷെയ്ഖ് ഹസീനയുടെ കൈവശമുണ്ടെന്ന് കണ്ടെത്തി. പുബാലി ബാങ്ക് ശാഖയിൽ തന്നെ അവരുടെ പേരിനുള്ള 2 ബാങ്ക് അക്കൗണ്ടുകളും കണ്ടെത്തിയതായി ചില വൃത്തങ്ങൾ പറഞ്ഞു. ഒരു അക്കൗണ്ടിൽ 12 ലക്ഷം ടാക്കയുടെ, അതായത് 8.71 ലക്ഷം രൂപയുടെ രഹസ്യ നിക്ഷേപ രസീതുണ്ട്. മറ്റൊന്നിൽ 44 ലക്ഷം ടാക്കയുടെ, ഏകദേശം 31.94 ലക്ഷം രൂപയുടെ നിക്ഷേപവുമുണ്ട്. മൊത്തത്തിൽ നികുതി വകുപ്പ് 56 ലക്ഷം ടാക്കയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. 2 അക്കൗണ്ടുകളും മരവിപ്പിച്ചു. കൂടാതെ പണം പിൻവലിക്കുന്നതും നിർത്തിവെച്ചു. പക്ഷേ ലോക്കറിനുള്ളിൽ എന്താണുള്ളത്? വ്യാപകമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ലോക്കറും അക്കൗണ്ടുകളും പിടിച്ചെടുത്തതെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു. സ്വർണ്ണാഭരണങ്ങളും പ്രധാനപ്പെട്ട രേഖകളും അതിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്നിരുന്നാലും അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ബംഗ്ലാദേശി ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ബഹുജന പ്രസ്ഥാനത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രിക്കെതിരായ നികുതി വെട്ടിപ്പ് ആരോപണങ്ങൾ നാഷണൽ ബോർഡ് ഓഫ് റവന്യൂ അന്വേഷിക്കുന്നതിനിടെയാണ് ഈ നീക്കം. ഈ വെളിപ്പെടുത്തൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹസീനയുടെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമാക്കാനും ഇത് കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. അഴിമതി വിരുദ്ധ പ്രചാരണങ്ങളിലെ ഒരു സുപ്രധാന ചുവടുവയ്പായിട്ടാണ് ഇടക്കാല സർക്കാർ ഈ നടപടിയെ വിശേഷിപ്പിച്ചത്. അതേസമയം അവാമി ലീഗ് അനുയായികൾ ഇത് രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ബംഗ്ലാദേശിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ സിവിൽ സർവീസ് ജോലികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്ന നിയമങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈ ഈ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായ ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു. അത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിലേക്ക് നയിച്ചു. 100 കണക്കിന് ആളുകൾ, കൂടുതലും വിദ്യാർത്ഥികൾ, അക്രമത്തിൽ മരിച്ചു. ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇടക്കാല സർക്കാർ അധികാരമേറ്റു. പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ശേഷം ക്രമസമാധാനം പുനഃസ്ഥാപിക്കുമെന്നും തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. 1 വർഷം കഴിഞ്ഞിട്ടും ബംഗ്ലാദേശ് ഇപ്പോഴും പ്രക്ഷുബ്ധാവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് തീയതികളെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കമുണ്ട്. ആൾക്കൂട്ട ആക്രമണം, രാഷ്ട്രീയ സംഘർഷങ്ങൾ, ദുർബല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ മത തീവ്രവാദികളുടെ ആക്രമണങ്ങൾ എന്നിവ വർദ്ധിച്ചു. ഹസീനയുടെ ഭരണകാലത്ത് കണ്ടിരുന്ന ഭയവും അടിച്ചമർത്തലും, നിർബന്ധിത തിരോധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം അവസാനിച്ചതായി തോന്നുന്നു എന്ന് ചില സംഘടനകൾ അവകാശപ്പെടുന്നു. എന്നിരുന്നാലും പുതിയ സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ, പ്രത്യേകിച്ച് ഹസീനയുടെ അനുയായികളെ ലക്ഷ്യം വയ്ക്കാൻ ഏകപക്ഷീയമായ അറസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അവർ ആരോപിക്കുന്നു. ഹസീനയുടെ അനുഭാവികളിൽ പലരും ഇപ്പോൾ ഒളിവിലാണ്. ഹസീനയുടെ അവാമി ലീഗ് ഇപ്പോഴും നിരോധിക്കപ്പെട്ട സംഘടനയായി തുടരുന്നു. കഴിഞ്ഞ വർഷം അവരുടെ 2 ഡസനിലധികം അനുയായികൾ കസ്റ്റഡിയിൽ മരിച്ചുവെന്ന് പറയപ്പെടുന്നു. ഹസീനയെ പുറത്താക്കിയതിൻ്റെ ഓർമ്മയ്ക്കായി യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഓഗസ്റ്റ് 5 പൊതു അവധിയായി പ്രഖ്യാപിച്ചു. ജൂലൈ 30 ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു, ഇടക്കാല സർക്കാർ അതിൻ്റെ വെല്ലുവിളി നിറഞ്ഞ മനുഷ്യാവകാശ അജണ്ട നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു. രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വംശീയ വിഭാഗങ്ങൾക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരായ അതിക്രമങ്ങൾ തുടരുകയാണെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ പ്രധാന പ്രതിപക്ഷ ശക്തിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമായും യൂനുസ് ഏറ്റുമുട്ടുന്നു. മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP അടുത്ത വർഷം ഡിസംബറിലോ ഫെബ്രുവരിയിലോ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് യൂനുസ് പറഞ്ഞു.